ഫ്രണ്ടി എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇസ്രായേലിൽ നിന്ന് പോകുന്നു ഇങ്ങോട്ട്. കാരണം അവിടെ ഭയങ്കര യുദ്ധമാണ്. പിന്നെ നമുക്ക് ജീവന് കൊതിയുണ്ടാവില്ലേ. അപ്പം ഞാൻ നേരെ ഇങ്ങോട്ട് നാട്ടിലേക്ക് പോകുന്നു. അല്ലേ, ഇപ്പം ഇവിടെ ഇപ്പം നമ്മുടെ ഫാദറിന് ചെറിയ ഹോസ്പിറ്റലുണ്ട്. ഒരു ചെറിയ ഹോസ്പിറ്റല്. അതിപ്പം നമ്മുടെ ഒരു നിലവാരം വെച്ച് നോക്കുമ്പോൾ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് നമുക്കത് വളർത്തണം. ഫണ്ട് ഒപ്പിക്കണം. അതിപ്പോൾ ആരെങ്കിലുമൊക്കെ പിഴിഞ്ഞാണെങ്കിൽ പോലും നമ്മളത് ഫണ്ട് ഒപ്പിക്കും. എൻ്റെ ഫാദറാണ് അത് നടത്തുന്നത്. അത് കുഴപ്പമില്ല. ഓക്കെ. ഹലോ. ഓക്കെ ഫ്രെഡി, ഓക്കെ. ഡോക്ടറെ, എന്തു പറ്റി? അച്ഛൻ ഇവിടെ അഡ്മിറ്റ്. അല്ല, അച്ഛനല്ല, ഇങ്ങോട്ട് എന്തു പറ്റി? അല്ല, എനിക്ക് ഭയങ്കര നീരുണ്ടല്ലോ. അല്ല, അത് ഈ അച്ഛൻ ഉറക്കം നിൽക്കണ്, ഞാനാണല്ലോ നോക്കണം. ഉറക്കം നിൽക്കണോണ്ട് മാത്രം നമ്മുടെ ഇവിടെ ഒന്നും നീര് വരൂല. ലിവറിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് സാധാരണ അങ്ങനെ വരാറ്. അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ട് നിങ്ങളാണോ പറയുന്നത്? അല്ല, ഒരു ഡോക്ടർക്ക് ഒരു രോഗിയെ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ചെറിയൊരു പ്രശ്നമുണ്ട്. കണ്ണൊക്കെ വല്ലാണ്ട് ചോന്നിരിക്കണുള്ളത്. അല്ല, അത് ഉറക്കം നിൽക്കൽ. ഉറക്കം നിൽക്കുന്ന മൊത്തത്തിൽ എന്തൊക്കെ ഒരു തൈറോയ്ഡ് ഉണ്ടോ? ഡോക്ടർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ. സിസ്റ്ററെ, ഹാംസിൻ കോപ്പ് ഡിവേഴ്സ് അങ്ങനെ ചെറിയൊരു പ്രോബ്ലം കാണുന്നുണ്ട്. ഒന്നുമില്ല, പേടിക്കണ്ട. അതിപ്പോൾ ഞാൻ പറയണത് ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു ഡോക്ടർ നിലയ്ക്ക് നിങ്ങളെ കണ്ടത് നന്നായി. ചെറിയൊരു ചെക്കപ്പ് ചെയ്യാം നമുക്ക് കേട്ടോ. പേടിക്കാനൊന്നുമില്ല. പേടിക്കാനൊന്നുമില്ല. കരളിന് ചെറിയൊരു ഡാമേജ് പോലെ. അതിപ്പോ വീക്കം വന്ന കരൾ വീക്കം വന്ന അറിയാലോ, ചിലപ്പോ ഒരു മരണത്തിലേക്ക് നയിക്കാം. അല്ല, പേടിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, പേടിക്കണ്ട. അതൊക്കെ ഇവിടെ നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാം. സിസ്റ്ററെ, പ്രഷർ, കൊളസ്ട്രോള്, ഷുഗർ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഒരു ECG എടുത്തേക്കുക. ECG എടുത്തിട്ട് തലയൊന്ന് സ്കാൻ ചെയ്തേക്കുക. ഓർമ്മക്കുറവ് അങ്ങനെ വല്ലതും വരാറുണ്ടോ? തുറന്നു പറഞ്ഞു, ഒരു ഡോക്ടറോട് അങ്ങനെ തുറന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്നാലും പേടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? പേടിക്കാനൊന്നുമില്ല. വീട് എവിടെയാണ്? വീട് ഇവിടെ വൈറ്റില. ബ്ലോക്ക് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് വൈകുന്നേരം ഒക്കെ ആയി കഴിയുമ്പോൾ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ആൻജിയോഗ്രാം കൂടെ ചെയ്തു കേട്ടോ. നോട്ട് ചെയ്തു. എന്താ പേരെന്താന്ന് പറഞ്ഞു? പ്രശാന്ത്. ഓക്കെ. അച്ഛന് ഒറ്റമോനാണോ? അതെ, ഒറ്റമോനാ. അച്ഛന് ഒറ്റച്ഛനേ ഉള്ളൂ. ഓക്കെ. ഒരു MRI എഴുതിയേക്കൂ. MRI ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഗോൾഡ് ആണോ ഈ കൈ കിടക്കണത്? അതെ, ഗോൾഡ് ആണോ? അതെ. ഇതൊക്കെ തിയേറ്ററിൽ ചെല്ലും ഭൂരി വെക്കണേ. സിനിമാ തിയേറ്റർ അല്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലും. ഓക്കെ, പേടി ഒന്നുമില്ല. നമുക്ക് ഹാർട്ടിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. ഇവിടെയുള്ള സ്പെഷ്യാലിറ്റി ഇതാണ് കേട്ടോ. ചായ ഈ ചായ ഇപ്പോൾ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശാന്തിന്റെ ചായ അങ്ങ് മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു ചെറിയ ചെക്കപ്പ് ചെയ്യാം. സിസ്റ്ററെ കേട്ടോ, ലാബിലേക്ക് കൊണ്ടുപോകും. പൊക്കോളൂ, ഞാൻ വരാം കേട്ടോ. ശരി. ചേട്ടാ, അയ്യോ വലിക്കേട്ടാ, ഇത് എന്നാ വലിയാണിത്? എന്താണ് ഈ കേൾക്കണത്? ഇവിടെ എഴുതി വെച്ചിട്ടില്ലേ നിശബ്ദത പാലിക്കാന്ന്? എന്തോ ചെയ്യണത്? എൻ്റെ സിസ്റ്ററെ, ചേട്ടൻ ഒരാഴ്ചയായിട്ട് ശ്വാസം മുട്ടാണ്. നിങ്ങൾ വലിച്ചോ, പക്ഷെ ശബ്ദം താത്തി വലിക്കേ. സിസ്റ്ററെ, ഡോക്ടറൊന്നും കാണുമല്ലോ. ഇവിടെ കുറെ ഡോക്ടേഴ്സ് ഉണ്ട്. അതില് അച്ഛൻ ഡോക്ടറും ഉണ്ട്, മെയിൻ ആയിട്ട് മോൻ ഡോക്ടറും ഉണ്ട്. ആരെ കാണണ്ടേ ഇപ്പൊ? എന്നാ അച്ഛൻ ഡോക്ടറെ കാണാല്ലേ? അച്ഛൻ ഡോക്ടറെ കാണാം. അച്ഛൻ ഡോക്ടറെ കണ്ടാൽ നിങ്ങൾക്ക് കൊള്ളാം, മോൻ ഡോക്ടറെ കണ്ടാൽ ഞങ്ങൾക്കും കൊള്ളാം. എന്നാ അച്ഛൻ ഡോക്ടറെ തന്നെ കാണാം. ഓക്കെ, ശരി. എന്നാ ഇവിടെ നേരെ ചെന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ മതി. പിന്നെ അച്ഛൻ ഡോക്ടറിനെ കാണുന്ന കാര്യേ മോൻ ഡോക്ടർ അറിയണ്ട കേട്ടാ. അത് സിസ്റ്റർ അങ്ങനെ പറഞ്ഞത്? എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല കളറ്, നല്ല ഭംഗിയുണ്ട്. ജുബയല്ല. നിങ്ങളുടെ അസുഖത്തിന് എങ്ങനെയുണ്ട്? അസുഖം കുറവുണ്ട്. സംസാരത്തിന് ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല. അതെല്ലാം മാറും. ഇപ്പോഴത്തെ തണുപ്പും ചൂടും എല്ലാം കൂടി അങ്ങനെ വന്നുകൊണ്ടാ കേട്ടാ. ശ്വാസം വെള്ളേക്കൂട്ടെ, താഴത്തേക്കൂട്ടെ, വീട്ടെ, ഒന്ന് വലിച്ചു വിട്ടെ, ഒന്നുകൂടി വിട്ടെ. ഒരു കുഴപ്പമില്ല കേട്ടോ. വലിയ പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ നല്ല ചൂടുവെള്ളം കൊടുക്കുക, ആവി കൊള്ളുക കേട്ടാ. അപ്പൊ ഞാൻ ഇന്ന് ഡിസ്ചാർജിന് ചീട്ട് എഴുതുന്നുണ്ട്, ധൈര്യമായിട്ട് പോയിക്കോ. അയ്യോ, അതങ്ങനെ ശരിയാണ്. അല്ല, മോൻ ഡോക്ടർ ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അയ്യോ, അതൊന്നും വേണ്ട, ഞാനല്ലേ പറയണത്. ധൈര്യമായിട്ട് പോയിക്കോ. അപ്പൊ ഞാൻ ചീട്ട് എഴുതി വെച്ചേക്കാം. വണ്ടി കാശ് വല്ലതും വേണോ? ഞാൻ വരാം. നിങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. വലിയ കുഴപ്പമില്ല, പേടിക്കണ്ട കേട്ടാ. എല്ലാം നന്നാവും. ഓക്കെ. അച്ഛനാ 6ാം വാർഡിൽ കിടന്ന പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്ത ആ ഒരു ബെഡിൽ കിടന്ന്
ആ അയാൾ വലിയ കുഴപ്പമില്ലടാ, അയാൾക്ക് വലിയ പ്രശ്നങ്ങളില്ല, അതുകൊണ്ട് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് പോയിക്കോളാം. ആർക്ക് പ്രശ്നങ്ങളില്ല, നമുക്കല്ലേ പ്രശ്നങ്ങൾ വരുന്നത്. അതെങ്ങനെയാ മോനെ? അച്ഛൻ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഒരു പുതിയ രോഗി വന്നെങ്കിൽ മാത്രമേ ആ ബെഡിൽ കിടക്കുന്ന ഒരു പഴയ രോഗിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ രോഗികളെ പിരിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ. എടാ അയാളുടെ അതിൽ ഒന്നുമില്ലടാ, പാവപ്പെട്ടവനാടാ. അച്ഛാ, ഇസ്രായേലിൽ കിടന്ന് യുദ്ധത്തെ പേടിച്ച് ജീവനിൽ കൊതിയുള്ളതുകൊണ്ടാണ് ഞാൻ ഈ നാട്ടിൽ വന്നത്. നാട്ടിൽ വന്നപ്പോൾ നമുക്ക് എൻ്റെ ഉദ്ദേശം എന്താ, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അത് പണിയുന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മൾ ഈ കൊച്ചു ഹോസ്പിറ്റലിലെ രോഗികളെ പിരിയണം, അല്ലാണ്ടൊന്നും നടക്കൂല. നമ്മൾ വെറുതെ സേവനം ചെയ്യാനല്ലല്ലോ അച്ഛൻ ഇരിക്കണേ. നമുക്ക് പൈസ ഉണ്ടാക്കട്ടെ, നമുക്ക് ജീവിക്കണ്ടേ മോനെ. അതിന് പിഴിയണേനൊക്കെ ഒരു പരിധി വേണ്ടേ? എല്ലാം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും രോഗം വന്ന് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർന്നു പോകും. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ എൻ്റെ ഒരു ലക്ഷ്യമുണ്ട്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അത് പണിയുന്നുണ്ടെങ്കിൽ പൈസ വേണം. ഇപ്പം എൻ്റെ കയ്യിലാണ് ബന്ധങ്ങളുണ്ട്, എല്ലാ നാട്ടുകാരും എല്ലാ രാഷ്ട്രീയക്കാരും ഒക്കെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാനിത് പണിയുമ്പോൾ നമുക്ക് നല്ല രോഗികളാണ്. ഇപ്പം നമ്മൾ നല്ലൊരു ഹോട്ടലിൽ ചെന്നാലേ നമുക്ക് നല്ല ചായ കുടിക്കാൻ പറ്റുള്ളൂ, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. നമ്മളത് തേടിയല്ലേ പോവുള്ളൂ. അതുപോലെ തന്നെ നല്ല ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലെ രോഗികൾ വരുള്ളൂ. എടാ മോനെ, നിന്റെ അച്ഛൻ്റെ ഈ സ്വഭാവം വെച്ച് നിന്റെ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്നുള്ള സ്വപ്നം ഒന്നും നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതന്നെ, രോഗികൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ അങ്ങോട്ട് ചോദിക്കും, മരുന്നിന് പൈസയുണ്ടോ, ചായ കുടിക്കാൻ പൈസയുണ്ടോ, വണ്ടിക്കൂലിക്ക് പൈസയുണ്ടോ എന്ന്. എന്നിട്ട് അവരാരെങ്കിലും ഇല്ലെന്ന് പറഞ്ഞ ഉടനെ കയ്യിലെ പൈസ അവർക്ക് കൊടുത്തു വിടും. ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്ന ആളിന് എങ്ങനെ ഇങ്ങോട്ട് വരുമാനം ഉണ്ടാവുന്നത്? ഹലോ, ആ പനിയുണ്ടല്ലേ, ചുമയുണ്ടാ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം. ഹലോ, നിങ്ങൾ ആരായാലും എന്ത് രോഗം ഉണ്ടെന്നുണ്ടായാലും ഈ ഹോസ്പിറ്റലിലേക്ക് വാ, എന്നിട്ട് എക്സ്റേ ECG ഒക്കെ നോക്കിയിട്ട് മരുന്ന് തരാം. അല്ലാതെ ഇങ്ങനെ ഉടായ്പ പരിപാടിയായിട്ട് മരുന്ന് മേടിക്കാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ അങ്ങോട്ട് വരാം കേട്ടാ, ഞാൻ അങ്ങോട്ട് വന്ന് ചികിത്സിക്കാം കേട്ടാ. കണ്ടോ, ഇപ്പൊ തന്നെ എത്താം. ഇതാരോടെ ഈ പറയണത്? അച്ഛൻ എന്ത് പരിപാടി വെച്ചാൽ ഒരു പേഷ്യന്റിനോട് ഇങ്ങനെയാണോ പറയണത്? ആരാ വിളിച്ചതെന്നറിയോ? ആരാ? നിന്റെ അച്ഛനാ, നിന്റെ അപ്പൂപ്പൻ. അയ്യോ, എന്റെ അച്ഛനായിരുന്നു. അയ്യോ, അച്ഛന്റെ ശബ്ദം പോലും ഞാൻ കേട്ടില്ല. നേരെ അയ്യോ, ഒന്ന് പോയി നോക്കുന്നു. അപ്പൊ സ്വന്തം ശരീരത്തിൽ കൊണ്ടപ്പോ നൊന്തല്ലേ? അല്ല, ഇപ്പം അമ്മയുടെ അച്ഛനാണെങ്കിലും ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനിയിപ്പോ എൻ്റെ ഒരു ലക്ഷ്യം ഇതേ ഉള്ളൂ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എന്റെ അച്ഛനെ പിഴിയണോ? അച്ഛനെ പിഴിയണം എന്നാൽ അങ്ങനെ പിഴിയണം. നമ്മൾ ഇവിടെ അത് പണിയാൻ വേണ്ടിയിട്ട് ഒരു ആർക്കിടെക്ട് അതിൻ്റെ പ്ലാനുമായിട്ടൊക്കെ വരും. അവർ വരുമ്പോഴത്തേ ഇത് 2 രൂപ ഉപദ്രവിക്കാൻ വരരുത്. ഇനി കിടക്കുന്ന രോഗികളെ പറഞ്ഞുവിടാനും നിൽക്കരുത്. ഒറ്റൊരു ലക്ഷ്യമേ ഉള്ളൂ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഹലോ, നമസ്കാരമുണ്ട്. നിലഭൂമി മാറ്റി ഞാൻ കരഭൂമി ആക്കിയിട്ടുണ്ട്. ആയിക്കോട്ടെ കേട്ടോ, ഇത് ഞാൻ പറഞ്ഞ ആള്. മനസ്സിലായില്ല. ആർക്കിടെക്റ്റിന്റെ പണിക്ക് വന്ന ആർക്കിടെക്റ്റിലും പണിയാനായിട്ട് ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? അതല്ലടാ, എഞ്ചിനീയർ, നമ്മുടെ എഞ്ചിനീയർ. ഓക്കെ അച്ഛാ, ഇതെന്റെ അച്ഛൻ, ഇതിന്റെ അമ്മ. അച്ഛാ, ഇത് ഇവിടുത്തെ MLA ആണ്. ഞാനുമായിട്ട് ഹോസ്പിറ്റലിലെ ഷെയറിംഗ് ആണ്. ഞങ്ങൾ തമ്മിലാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നത്. ഈ MLA കൊണ്ടൊക്കെ നമുക്ക് എന്താകാനല്ലേ, ആകെ 5 വർഷം കിട്ടുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പം നോർത്ത് ഇന്ത്യയിൽ നിന്ന് ബീഫ് കയറ്റി അയക്കാന്നുള്ള പരിപാടിയാണ്. അതിപ്പോ ഉണ്ട്. ആ കൂടെയാണ് പിന്നെ ഇവൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ തുടങ്ങാൻ. സത്യത്തിൽ ഞാൻ ഇസ്രായേലിലായിരുന്നു. അപ്പോൾ യുദ്ധഭീതിയിൽ അവിടുന്ന് ജീവനിൽ പേടിയുള്ളത് കൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ പിന്നെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ നടത്താം. അച്ഛൻ്റെ ചെറിയ ഹോസ്പിറ്റലുണ്ട്, അതൊന്ന് വിപുലപ്പെടുത്തണം. ഞാൻ വന്നപ്പോൾ ഇവിടെ സാറുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇവിടുത്തെ ഈ ലാൻഡിന്റെ മെഷർമെന്റ് ഒക്കെ എടുത്ത് ഇപ്പൊ അതിന്റെ ഒരു പ്ലാൻ റെഡി ആക്കിയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ ഓക്കെ, സാറിനൊന്ന് കാണിക്കാൻ വേണ്ടി. ഇതാണ് അതിന്റെ പ്ലാൻ. കാണിക്കാം. ഓക്കെ. സാറ് ഓൾറെഡി ഇപ്പൊ ഇതൊരു കുളമാണല്ലോ. അപ്പൊ ഈ കുളം നമുക്ക് നികത്തിയിട്ട് ഇതൊരു സ്വിമ്മിംഗ് പൂൾ ആക്കാനാണ് എന്റെ പ്ലാൻ. അതെ. ഓ, അതാകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ വരുന്ന ബൈ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഒന്ന് എന്റർടൈൻമെന്റ്, ഒന്ന് കുളിക്കാം, ഒരു എക്സസൈസും കൂടി ആവും. അതെ, കുളിപ്പിക്കുന്നത് നല്ലതാണ്. പേഷ്യന്റിനെ കുളിപ്പിച്ച് വിടുന്നത് നല്ലതാണ്. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ നമുക്ക് റെഡിയാക്കും. ഓക്കെ, അത് നല്ല കാര്യമാണ്. അച്ഛാ, ഇതൊക്കെ എന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഓരോ പ്രൊജക്ടുകളാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഏരിയയിലാണ് നമ്മൾ തിയേറ്റർ പണിയാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ
അല്ല നമുക്കിവിടെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടല്ലോ ഓൾറെഡി. അല്ല, ഓപ്പറേഷൻ തിയേറ്റർ നിലവിലുള്ളത് ഭയങ്കര വലിയൊരു ഓപ്പറേഷൻ തിയേറ്ററാണ്. നമുക്ക് അത്രയും വേണ്ടല്ലോ. ഒരു ഡെസ്ക് ഇടാനും മുകളിൽ കുറച്ച് ലൈറ്റും ചുറ്റും നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് മതി. ബാക്കി ഒരുപാട് സ്പേസ് ഇങ്ങനെ കിടക്കുകയാണ്. അത് നമുക്ക് ഒരു സിനിമ തിയേറ്റർ ആക്കാം. ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്ത് സിനിമാ തിയേറ്റർ എന്തിനാണ്? അതാണ് നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ പ്രത്യേകത. അതായത് തിയേറ്ററിൽ രോഗി കിടക്കുകയാണല്ലോ, എന്തായാലും ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഒരു 3-4 മണിക്കൂർ സമയം എടുക്കും. അപ്പൊ ഈ പുറത്ത് കാത്തു നിൽക്കുന്ന ബന്ധുക്കൾക്ക് ബോറടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണമെങ്കിൽ ഒരു സിനിമ കാണാം. ഐഡിയ. ഒരു മമ്മൂട്ടിയുടെ ഒരു മോഹൻലാലിന്റെ പടമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എന്റർടൈൻമെന്റ്. അല്ല, അത് നമ്മൾ അധികം അകലത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല, തൊട്ടടുത്ത് തന്നെയാണ്. ഭയങ്കര ആർക്കിടെക്ട് ആണ്. താങ്ക് യു. അടുത്ത എന്താണ് സാറേ? നമുക്ക് ഈ ഏരിയയിലാണ് നമുക്കൊരു പാർക്ക് പണിയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. വെരി ഗുഡ് ഐഡിയ. അടിപൊളി. കുട്ടികൾക്ക് എന്റർടൈൻമെന്റ്. അതെ, അതായത് ഒരു പാർക്ക് അത്യാവശ്യമാണ് സാറേ. പാർക്ക് അല്ലല്ലോ വേണ്ടത്, കാർ പാർക്കിംഗ് അല്ലേ വേണ്ടത്. അതുണ്ട് പുറകിൽ നമ്മൾ അതിന്റെ ഈ ഡ്രോയിങ്ങിലുണ്ട്. അതുകൊണ്ട് ഡ്രോയിങ്ങിലുണ്ട്. നമ്മളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആകർഷണമാണ് വേണ്ടത്. എല്ലാവർക്കും ഇവിടെ വരാൻ തോന്നണം. അതായത് ഈ രോഗിയുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടല്ലോ, അത് പലതും പല വീടുകളിൽ നിന്നും വരുന്നവരാണ്. അപ്പൊ ആണും പെണ്ണും ഒക്കെ അവർക്കൊന്ന് സംസാരിക്കാൻ ഒരു എന്റർടൈൻമെന്റ്, ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കാൻ നമ്മളൊരു സ്ഥലം ഒരുക്കി കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ചോദിക്കണത്, അവർക്കൊരു കല്യാണ മണ്ഡപവും കൂടി അങ്ങോട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ തീർത്താവുന്നാവൂലേ? വെരി ഗുഡ് ഐഡിയ. അമ്മനെയൊക്കെ നോക്കാൻ നിക്കണ ഈ മക്കള് തമ്മിൽ അങ്ങ് പ്രേമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കല്യാണം കൂടി നമുക്ക് നടത്തി കൊടുത്തു വിടാൻ. അടിപൊളി. അല്ല, ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഫാദർ റെഡിയായി വരും. ഇതിലേക്ക് വരുന്നേ ഉള്ളൂ അച്ഛൻ. സത്യത്തിൽ സാറ് ഭയങ്കര ഒരു ബിസിനസ്മാൻ ആണ്. അതെ. ഈ ഒരു ഐഡിയ എന്റെ മനസ്സിൽ പോയില്ലായിരുന്നു. അതെ. അപ്പൊ നമ്മള് ഈ ഓഡിറ്റോറിയം ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് കല്യാണം നടക്കുമല്ലോ, അവിടെ ഒരുപാട് ഡിസ്കൗണ്ട് നമ്മൾ ചെയ്യും. അതെന്തിനാ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നത്? അമ്മ, അത് പ്രസവത്തിൽ പിടിക്കാലോ. അച്ഛനും മോനും അതുപോലെ തന്നെ സാറേ, അടുത്ത നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ഏരിയയിലാണ്. അവിടെ നമുക്ക് വരാൻ പോകുന്നത് കോഫി ഷോപ്പ്, ടെക്സ്റ്റൈൽസ്, ഹോട്ടല്, ജുവല്ലറി, ഫിനാൻസ്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു സംഭവം എല്ലാം കൂടിയാണ് അവിടെ. എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിന്റെ ഇടയിൽ ഹോസ്പിറ്റൽ ഉണ്ടാവും? പിന്നെ ഞാനൊരു കാര്യം പറയാമല്ലോ. ഈ ഹോസ്പിറ്റലിൽ പണി തുടങ്ങി കഴിഞ്ഞാൽ 1 മാസം ഞാൻ ഇവിടെ കാണില്ല. ഞാനൊരു ചെറിയ ട്രീറ്റ്മെന്റുമായിട്ടേ അമേരിക്കക്ക് പോവാ. MLA എന്താണ് ഈ പറയണത്? ഇവിടെ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരുമ്പോ ഞാനിവിടെ അല്ലേ, ഞാൻ ചികിത്സിക്കില്ലേ, പിന്നെ എന്തിനാണ് വിദേശത്ത് പോകുന്നത്? എടാ, നിനക്ക് ജീവനെ കൊതിയുണ്ടായിട്ടല്ലേ അവിടെ നീ ഇങ്ങോട്ട് ഓടി വന്നേ. അതെ, എനിക്കും ജീവനെ കൊതിയില്ലടാ.